ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ്. ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അവസ്ഥ വളരെ ഫസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സീസൺ തുടങ്ങാൻ ഇനി കുറച്ച് ദിവസമാണ് മാത്രം ബാക്കിയുള്ളൂ. ഇതുവരെയായിട്ടും ആ സ്ട്രൈക്കറിൻ്റെ സൈനിങ് അനൗൺസ് ചെയ്തിട്ടില്ല. യാതൊരു എത്തും വീടില്ല എന്താണ് കരോലിസ് കാട്ടുന്നത് എന്നുള്ളത്. പലരും ചർച്ച നടത്തുന്നുണ്ട്. വീണ്ടും ഫെയിലാവുന്നു, ഒരു സൈനിങ് പോലും എത്തുന്നില്ല. നല്ല ക്വാളിറ്റി പ്ലെയറിനൊക്കെയാണ് നോക്കുന്നത്. ബട്ട് നമുക്ക് ആ സൈനിങ് പെട്ടെന്ന് വന്നാലേ സീസൺ ആകുമ്പോഴത്തേ ആ പ്ലെയർ ഇവിടെ അഡാപ്റ്റ് ആവുള്ളൂ. അപ്പോൾ ആ സൈനിങ് കാത്തിരിക്കുകയാണ് ആരാധകർ. അത്രയും ഫസ്ട്രേറ്റഡ് ആണ് നിലവിൽ. അതുപോലെ തന്നെ നമുക്ക് മറ്റും ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാണ്ട് ഡെപ്ത് കൂട്ടാൻ വേണ്ടി തന്നെ പല പൊസിഷനിലും ഇന്ത്യൻ പ്ലേയേഴ്സിനെ ആവശ്യമുണ്ട്. ഒരു സൈനിങ് വരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ആയാലും പോസിറ്റീവ് ആയിട്ടുള്ള വാർത്ത എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നിപ്പോൾ ആഷിൻ നെഗിയുടെ ലൈവ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിലൂടെ. അപ്പോൾ കെല്ലവിൻ്റെ പ്രവർത്തകനാണ് ആഷിൻ നെഗി. അപ്പോൾ ആഷിൻ നെഗിയുടെ റിപ്പോർട്ടുകൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നൽകിയ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ, അപ്പോൾ അതിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിലെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അഗ്രസീവ് ആയിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടി തന്നെ. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കീ പൊസിഷനിലൊക്കെ ഡെപ്ത് കൂട്ടാൻ വേണ്ടി തന്നെ പ്ലേയേഴ്സിന് സൈൻ ചെയ്യാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അഗ്രസീവായിട്ട് തന്നെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ അടക്കം കുറച്ചുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സൈനിങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഓഫറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ലെവലിൽ തന്നെ കളിപ്പിക്കാൻ കഴിയുന്ന, ഫസ്റ്റ് ലെവലിൽ താരത്തിൻ്റെ ക്ലബ്ബിൽ ഫസ്റ്റ് ലെവലിലൊക്കെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു പ്ലെയറിനെ ഓഫറൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായി. ഏത് ക്ലബ്ബിലാണ്, ഏത് പ്ലെയറാണെന്നൊന്നും അറിയില്ല. അങ്ങനൊരു ഓഫർ ബ്ലാസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നാൽ അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വീണ്ടും ആ ഓഫർ കുറച്ചുകൂടി കൂട്ടിയിട്ട് വീണ്ടും ആ പ്ലെയറിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ ഒരു മണി മീൻസ് നാളെ ആയിട്ട് തന്നെ അതിനൊരു തീരുമാനമാവും എന്നൊക്കെയാണ് ആഷിൻ നെഗി പറഞ്ഞുള്ളത്. അതുപോലെ മറ്റു പൊസിഷനിലേക്കും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ പ്ലേയേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പ്ലെയറിനെ തന്നെയാണ് നോക്കുന്നു എന്നാണ് ആഷിൻ നെഗി അത് പറയുന്നത്. അപ്പോൾ അത് കണ്ട് തന്നെ അറിയാം. അപ്പോൾ നിലവിൽ ആ പ്ലെയറിൻ്റെ നിലവിലെ ക്ലബ്ബ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആ പ്ലെയറിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പിന്നെ അതുപോലെ മറ്റൊരു അപ്ഡേറ്റ് നൽകിയത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ സ്ട്രൈക്കർ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഇനീഷ്യൽ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്റൊക്കെ ഇപ്പോൾ പ്ലെയറിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡീൽ ഏകദേശം ഒരു ഡൺ ആവുമോ എന്നുള്ളത് ഡൺ ആയിട്ടില്ല. ബട്ട് ഏകദേശം ഒരു ഡൺ ആവുമോ എന്നുള്ളതിലാണ്. ഒരു ഫ്യൂ ഡേയ്സിനുള്ളിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സൈനിങ് ഒരു പക്ഷേ ഡൺ ആവാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ ആശിഷ് നെഗി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലെയറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കുറേ പ്ലേയേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഒരു പ്ലെയറിൻ്റെ ഇതിൽ കോൺട്രാക്റ്റിലെത്തുന്ന തരത്തിലെത്തിയിട്ടുണ്ടെന്നാണ് ആശിഷ് നെഗി പറഞ്ഞിട്ടുള്ളത്. കണ്ടറിയാം. ഇപ്പോൾ ഏതായാലും ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു. 2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ടൊക്കെ സൈനിങ് വരാനുള്ള സാധ്യതകളുണ്ട്. കണ്ടറിയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.